കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞ് നട തുറന്നു കേട്ടോ. ഇന്നിപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, ഉദയാസ്തമന പൂജയൊക്കെ ഉള്ളതല്ലേ. എന്നാലും നേരത്തെ ഉച്ചപൂജ കഴിഞ്ഞു തുറന്നു. അപ്പോൾ നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് അങ്ങനെ നമുക്ക് ഗരുഡനെയൊക്കെ കണ്ട് പോരാം. അങ്ങനെ വരുമ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുള്ള അത്തിമര ഗണപതിയെ ഒന്ന് വന്ന് തൊഴാം. അതിനുശേഷം വിഘ്നങ്ങളൊക്കെ അകറ്റിയിട്ട് തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് കിടക്കാം. അങ്ങനെ അകത്തേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ആദ്യം തന്നെ ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ കേശവൻ്റെ 2 കൊമ്പ് ഇങ്ങനെ കാണാം. അതിൻ്റെ നടുക്കുള്ള ആ മഹാലക്ഷ്മി ദേവീനെയും കാണാം. അത് കണ്ട് ചെന്ന് നമ്മൾ നേരെ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. ഇടത്തോട്ട് നോക്കിയിട്ട് ആ പീഠം കാണാം. വലതുവശത്തുള്ള തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണ് നോക്കി തൊടാം. എന്നിട്ട് നമ്മൾ നേരെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ 2 കാൽപാദങ്ങൾ കാണാണ്ട്, കാൽവിളകൾ കാണാണ്ട്. അങ്ങനെ മുകളിൽ ഇങ്ങനെ നോക്കുമ്പോൾ അരമണി കെട്ടിയിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ 5 ഗോപീതിലകം കൊണ്ട് ഇങ്ങനെ മാല പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു വളയം പോലത്തെ മാല ഉണ്ട്. കൈവളകൾ കാണാണ്ട്. കൈവളകൾ കാണാമെന്ന് പറഞ്ഞാൽ 2 കൈയും അരയിലിങ്ങനെ കുത്തിയിട്ട് ഇടത്തെ കയ്യിലൊരു ഓടക്കുഴലുണ്ട്. അങ്ങനെ വെച്ചിട്ട് ചാരി വെച്ചിട്ടുണ്ട്. അങ്ങനെ അരയെ തന്നെ തിരുകിയിട്ട് ഉള്ള പോലെ വലത്തെ കൈയും അരയിൽ കുത്തിയിട്ടുണ്ട്. പിന്നെ അതിലേക്കൊക്കെ രസം എന്താ വെച്ചാൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ആ വെളുത്ത പട്ട് കസവ് മുണ്ടുകൊണ്ട് ഇങ്ങനെ ഗോപന്മാർ കെട്ടണ ഒരു അരയിൽ കെട്ടിയിട്ടുണ്ട്. അതാണ് രസം. ഇന്നൊരു കുസൃതി ചെക്കനായിട്ടാണ്, അങ്ങനെ തന്നെ പറയാം. കുസൃതിക്കണ്ണനായിട്ടാണ് ഇന്ന് ശ്രീലകത്ത് വെക്കണത്. ആ കുസൃതി നിറഞ്ഞ് തുളുമ്പിയെണ്ണു അത് ആ മുഖത്ത് കാണാനും ഉണ്ട്. അത്രയ്ക്കും രസമായിട്ടുള്ളൊരു കാഴ്ച. എന്ന് കളിക്കാനുണ്ടെങ്കിൽ വായു, കളിക്കാൻ വരൂ എന്നൊക്കെ പറയില്ലേ. ഏട്ടനെ കളിക്കാൻ വിളിക്കുന്ന മാതിരി നമ്മളോടും കളിക്കാൻ ചെല്ലാൻ പറയുക. ആ ഒരു അല്ലെങ്കിൽ എന്നെ പിടിക്കാൻ കിട്ടില്ല അങ്ങനെയൊക്കെ പറയില്ലേ. നമ്മൾ കളിക്കുമ്പോൾ എന്നെ പിടിക്കാൻ കിട്ടില്ല എന്ന് പറയുന്ന പോലെയൊക്കെയാണ്. ഞാൻ ഒരു കുസൃതി കൂടുതലുള്ള പോലെയാണ് ഇന്നത്തെ ആ ഒരു ഭഗവാന്റെ അലങ്കാരം. വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരം കേട്ടോ. അങ്ങനെ കണ്ടാലും മതി വരില്ല, അത്രയ്ക്കും രസം. എന്താ പറയുക, ചതുർബാഹുവായ വിഗ്രഹം മുഴുവനും ഉണ്ടേനി എല്ലാം കൂടി ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ. പിന്നെ പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. കളഭം കൊണ്ടാണ് പീലി ചാർത്തിയിട്ടുള്ളത്. അതിന് മുകളിൽ വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ള 2 മാലകൾ. അതേപോലെ ഉണ്ടമാലകൾ 2 ഉണ്ട്. വെളുത്ത പൂവും തുളസിയും, അതേപോലെ വെളുത്ത പൂവും തെച്ചിയും. വെളുത്ത പൂവിന് തന്നെയാണ് പ്രാധാന്യം കേട്ടോ. നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്ത് വന്നിട്ട് ശ്രീലകത്തേക്ക് നോക്കുകയാണ് സോപാനപ്പടിയിൽ നിന്നിട്ട്. അപ്പോൾ എല്ലാവരും നോക്കിക്കോളൂ, കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുതു. പിന്നീട് തിടപ്പള്ളി നോക്കി തൊഴുക. അതിനുശേഷം നമ്മൾ ചുമരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആലിലക്കണ്ണനെ കാണാം, അതും കണ്ട് തൊഴാം. പിന്നെ നേരെ സപ്തമാതാക്കളെ കണ്ട് തൊഴുത് പിന്നെ ഗണേശൻ്റെ അടുത്ത് വരിക. ഇന്ന് അവിടെ അതിമനോഹരമാണ് കേട്ടോ. ഗണേശൻ ഇന്ന് കണ്ണനായിരുന്നു, ഉണ്ണിക്കണ്ണനായിരുന്നു. പീലിയൊക്കെ വെച്ചിട്ട് തൂമന്ദഹാസത്തോടു കൂടി ആ കൊമ്പും തുമ്പി കയ്യ എന്നല്ല കാണാനുള്ള, ശരിക്കും മുഖം തന്നെ കറക്റ്റായിട്ടിങ്ങനെ ആ ഉണ്ണിക്കണ്ണൻ്റെ ഒരു രൂപം വന്ന പോലെ നല്ല രസം. ഇന്ന് ഗണേശനെ കാണുമ്പോൾ ഗണേശൻ്റെ ആ മുഖത്തേക്ക് നോക്കിയാൽ ഗണേശനാ തോന്നില്ല, ഉണ്ണിക്കണ്ണനായിട്ട് തോന്നുക. പീലിയൊക്കെ ഇങ്ങനെ വെച്ച് എന്ത് സുന്ദരനായിട്ടാ ചിട്ടാ, നല്ല രസമായിട്ടുണ്ട്. മാലകൾ ധാരാളം ഉണ്ട്. അതേപോലെ അർച്ചന ധാരാളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അരയിലേക്ക് നോക്കുക. സരസ്വതി ദേവിയുടെ ഫോട്ടോ കാണാം. അവിടെയും ഒരു മാല ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ സരസ്വതി ദേവിനെയും പ്രാർത്ഥിക്കുക. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ മായാദേവീനെയൊക്കെ കാണാം. വിഘ്നേശ്വരൻ്റെ അടുത്ത്, ആ ചെറിയ വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോൾ വലിയ മാല ഉണ്ട്, ചുവന്ന മാല ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അത് നല്ല രസം. അത് കഴിഞ്ഞ് മത്സ്യത്തിൻ്റെയും കഴിഞ്ഞ് കൂർമ്മത്തിൻ്റെ മുകളിൽ വലിയ തുളസിമാല, വലിയ നല്ല വണ്ണമുള്ള തുളസിമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ വരാഹം, നരസിംഹം അതൊക്കെ കഴിഞ്ഞ് മേൽശാന്തിയുടെ അവിടെ വന്ന
ഇന്ന് ഇരിക്കുന്നത് കക്കാട് കുട്ടോദിക്കനാണ് ഇന്നത്തെ കളഭാലങ്കാരം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അർച്ചന പ്രസാദം വാങ്ങാം. ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നു. മേൽശാന്തി തന്നെയാണ് കാവപ്രമാരാത്ത് അച്യുത നമ്പൂരിപ്പാട്. കളഭാലങ്കാരം കക്കാട് കുട്ടോദിക്കനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ആ വാമന രൂപത്തെയും അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് മഹാവിഷ്ണു ഗരുഡാരൂഢരായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴാം. പിന്നെ അനന്തപത്മനാഭസ്വാമിയുടെ അടുത്ത് വന്ന് അനന്തപത്മനാഭസ്വാമിയെ കണ്ട് തൊഴാം. അവിടെയും പറഞ്ഞ പോലെ നിറയെ പൂക്കളുണ്ട്. വെളുത്ത പൂവ്, മുല്ലപ്പൂവ് ഇങ്ങനെ കണ്ടമാനുണ്ട്. മുകളിൽ വിധാനമായിട്ട് ധാരാളം മാലകൾ, ഇങ്ങനെ തുളസി മാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തൊഴുതതിന് ശേഷം ഭഗവാന്റെ ഭഗവാന്റെ തൃക്കോവിൻ്റെ പുറകു വശത്ത് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. പിന്നീട് നമ്മൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ ഓരോന്ന് കാണാം. കണ്ണൻ്റെ അടുത്ത് വരുമ്പോൾ വീണ്ടും തുളസിമാല ചാർത്തിയിട്ടുണ്ട്. മുരുകന് ഭസ്മാഭിഷേകം കഴിഞ്ഞിട്ടുണ്ട്. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്നും ഒരു മാലയില്ല കേട്ടോ, കുറച്ച് കുങ്കുമം മാത്രമുണ്ട്. ഇപ്പം എന്താ ആരും മാല വെക്കാത്തതാണാവും, ഭക്തർ ആരും സമർപ്പിക്കണില്ല തോന്നുന്നു. എന്താണെന്നറിയില്ല, 2-3 ദിവസമായിട്ട്. ഇന്നലെ ഉണ്ടായി, മിനിഞ്ഞാന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാദ് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദൻ രൂപമൊക്കെ കണ്ട് തൊഴുതു. അതിനുശേഷം നമ്മൾ ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് താമരക്കണ്ണനെ കണ്ട് തൊഴാം. താമരക്കണ്ണൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാം. കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കാണാം. പിന്നീട് വലതുവശത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ, കിഴക്ക് വശത്തേക്ക് വരുമ്പോൾ ഗ്രില്ലിൻ്റെ അപ്പുറത്തുള്ള ആ മണിക്കിണർ നോക്കി തൊഴാം. പിന്നെ നൃത്ത അറയിൽ ആ ദീപം കത്തി നിൽക്കുന്നു, അപ്പോൾ അവിടെ നോക്കി തൊഴാം. പിന്നെ കുറൂരമ്മേനെയും നാരദരിയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തിറങ്ങിയിട്ട് ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ എത്തിയാൽ ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് ഇടത്തരികത്ത് കാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ ഗോളകയാണ് കേട്ടോ ഇറക്കിയുണ്ട്. ബാക്കി കാര്യമായിട്ടുള്ള അലങ്കാരങ്ങളൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ഒക്കെ ഉച്ചപൂജ സമയത്തൊക്കെ മിക്കവാറും സമയം എല്ലായിടത്തും ഗോളകയാണ് ഇറക്കുന്നത്. വൈകുന്നേരം ആകുമ്പോഴേക്കാണ് അവരുടെയൊക്കെ ഉപദേവതകളൊക്കെ അലങ്കാരം മുഴുവനാവുമെന്ന് തോന്നുന്നു. പിന്നെ അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ നിറയെ മാലകളുണ്ട്. അർച്ചനകൾ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ പുറകുവശത്ത് ചുവന്ന പട്ട് അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അമ്മ ഉടുത്തുന്നതും ചുവന്ന പട്ട് തന്നെയാണ്. അപ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കുക, തൊഴുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പോരുമ്പോൾ കോർണറിലെത്തിയാൽ തിരിഞ്ഞ് നിന്നിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരുമ്പോൾ ഇന്ന് ആൾരൂപ വഴിപാടിൻ്റെ അവിടെയൊക്കെ കുറേശ്ശെ തിരക്കുണ്ട്. അതേപോലെ മഞ്ചാടിക്കൊരു ധാരാളം കുട്ടികൾ വരുന്നു. പിന്നെ നെയ്വിളക്ക് കത്തിക്കുന്നുണ്ട് കുറേ ആളുകൾ. അപ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ അത്യാവശ്യം തിരക്കുണ്ട്. എന്നാലും അവിടെ നിന്ന് ഒന്നുകൂടി നമുക്ക് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മൾ ആ കുസൃതിക്കണ്ണനെ ഒന്നുകൂടി കാണാം. അതിനുശേഷം നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് ആ വിളക്ക് കത്തി നിൽക്കുന്നു. അപ്പോൾ അവിടെയും ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ അവിടെ നിന്ന് ഗോളക മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. ചെറിയ ചെറിയ തോതിലുള്ള അലങ്കാരങ്ങളാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെറിയ ഗോളക എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടില്ല, കിരീടം പോലത്തെ ഇത് മാത്രമാണല്ലോ. പിന്നെ നിറയെ അർച്ചനകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമീനെ പ്രാർത്ഥിക്കുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. ആ ഭൂതനാഥനെ കണ്ട് തൊഴുത് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിൽ വന്ന ദീപസ്തംഭത്തിലെ ഉള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നെ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗരുഡധ്വജനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ
പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തിറങ്ങിയിട്ട് ആ രുദ്രതീർത്ഥത്തിൻ്റെ അവിടെ എത്തുക. അവിടെ വന്നിട്ട് ആ രുദ്രതീർത്ഥത്തെ വലം വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ആ നാരായണാലയത്തിൽ നിന്ന് കയറിയാൽ അവിടെ ധാരാളം ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭജന പാടുന്നുണ്ട്, അതൊക്കെ കാണാം. പിന്നെ ആ പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹത്തെ നോക്കി തൊഴുത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ദേവിയുടെ നടയിൽ വന്ന് ഒന്നുകൂടി നിന്ന് തൊഴാം. പിന്നെ നേരെ വന്ന് ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് ഒരിക്കൽ കൂടി നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് തൊഴുക. അപ്പോൾ അവിടുന്ന് പ്രകാശം ഇങ്ങനെ കാണാണ്ടെന്ന്, അത്രയും തിരക്കുള്ള കാരണം കറക്റ്റായിട്ട് കാണുമൊന്നുമില്ല, പ്രകാശം മാത്രം തന്നെ കാണും. അതിനുശേഷം നമ്മൾ തെക്കേ നടയിലേക്ക് വരുമ്പോൾ കൂവളത്തെ കാണാം. ആ കൂവളത്തിനെ ഒന്ന് മഹാദേവനെയും പാർവതി ദേവീനെയും വിചാരിച്ച് ആ കൂവളത്തിനെ തൊഴുക, ഒന്ന് വലം വയ്ക്കുക. ഇന്ന് നമ്മുടെ കൂടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും കുറേ ആളുകൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടിയിട്ട്. സിദ്ധാർത്ഥ് അശ്വതി പഠനത്തിന് വേണ്ടി, ശിവന്യ കൃഷ്ണ മകീരം പഠനമാണ്. ഗോപാലകൃഷ്ണൻ ആയില്യം, വിജയ് ഭരത് അശ്വതി, പുഷ്പലത തിരുവാതിര, ശരത് കൃഷ്ണ ഉത്രം അവർക്ക് സാമ്പത്തിക സ്ഥിതിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ സിദ്ധാർത്ഥ് മൂലം പഠനത്തിന് വേണ്ടി, ശരൺ ഭരണി ജോലി കിട്ടാൻ വേണ്ടി, കമല അവിട്ടം രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണ്, അമൽ തിരുവാതിര ചെവി അസുഖം മാറാനാണ്, സന്ധ്യ പുണർദം രോഗശാന്തി, ആഷിക് രോഹിണി പരീക്ഷയിൽ വിജയത്തിന് വേണ്ടിയിട്ടാണ്, ആദിദേവ് അനീഴം പഠനത്തിലെ വിജയം, ബിന്ദു ഗോപിയുടെ മകളുടെ കല്യാണം നടക്കണം, അതുപോലെ അതിഥി മിടുക്കിയാവാൻ വേണ്ടിയിട്ടാണ്. ബാക്കി കുറേ ആളുകൾ പറഞ്ഞ ആളുകൾക്കൊക്കെ എല്ലാവർക്കും വേണ്ടി നമ്മുടെ കൂടെ നമ്മൾ ശ്രവിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഇനി നമുക്ക് ഒരു കഥയും കൂടി പറയാം. ഇന്ന് പറയുന്നത് ഭക്തനെ കാവല് ഭഗവാൻ തന്നെ എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ്. ഒരിക്കൽ ലങ്കാധിപതി രാവണൻ പാതാളം കാണാൻ പോയി. ഭൂമിയിൽ നിന്നും 6 ലോകങ്ങൾ കടന്നാലേ പാതാളത്തിലെത്താൻ സാധിക്കുള്ളൂ. ഹിന്ദു വിശ്വാസം അനുസരിച്ച് 14 ലോകങ്ങളുണ്ട്. ഭൂമിക്ക് മുകളിൽ 7 ലോകം, ഏറ്റവും മുകളിൽ സത്യലോകം, താപലോകം, ജ്ഞാനലോകം, മഹാലോകം, സ്വർഗലോകം, ഭൂവർലോകം, ബഹുലോകം. ഭൂമിക്ക് താഴേക്ക് 7 ലോകം: അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം. ഓരോ ലോകവും കണ്ട് രാവണൻ സുതലത്തിലെത്തി. അതിമനോഹരമായ ഉദ്യാനത്തോടു കൂടിയ സുതലം വിസ്തരിച്ചൊന്ന് കാണുവാൻ രാവണൻ തീരുമാനിച്ചു. ഉദ്യാനം ആസ്വദിച്ച് നടക്കുമ്പോൾ ഒരു അതിമനോഹരമായ രാജകൊട്ടാരം കണ്ടു. ഭൂമിക്കടിയിൽ ഇത്രയും മനോഹരമായ ഒരു കൊട്ടാരമോ? രാവണന് അത്ഭുതം തോന്നി. കൊട്ടാരം ഉള്ളിൽ കയറി കാണുവാൻ തീരുമാനിച്ചു. കൊട്ടാരത്തിൻ്റെ പ്രവേശന കവാടം ലക്ഷ്യമാക്കി നടന്നു. അടുത്ത് ചെല്ലുന്തോറും അതിൻ്റെ മനോഹാരിത കൂടി വരുന്നു. കൊട്ടാരത്തിന് മുൻപിൽ എത്തിയപ്പോൾ കൊട്ടാരത്തിൽ കുന്തവും പിടിച്ച് കാവൽ നിൽക്കുന്നതായിട്ട് ഒരു കൊച്ചു പെൺകുട്ടി. കുട്ടിയെ വകവയ്ക്കാതെ രാവണൻ ഗോപുരം കടക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ആ കുട്ടി വഴി തടഞ്ഞു. അല്ലയോ മഹാനുഭാവ, രാജാവിൻ്റെ അനുവാദം ഇല്ലാതെ ആരെയും ഉള്ളിലേക്ക് കടത്തിവിടരുത് എന്ന് ഉത്തരവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാവൽ നിൽക്കുന്നത്. അങ്ങ് ദയവായി കുറച്ചു നേരം കാത്തു നിൽക്കുമോ? ഞാൻ ഉള്ളിൽ ചെന്ന് മഹാരാജാവിൻ്റെ അനുവാദം വാങ്ങി വേഗം വരാം, കൊച്ചുകുട്ടി ആദരവോട് പറഞ്ഞു. ഓഹോ, സുതലത്തിൽ വേറെ രാജാവോ? കുഞ്ഞേ, ആരാണ് മനോഹരമായി കൊട്ടാരത്തിൽ താമസിക്കുന്ന രാജാവ്? രാവണൻ ചോദിച്ചു. പ്രഹ്ലാദ പൗത്രൻ മഹാബലി ചക്രവർത്തിയാണ് ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നത്, കുട്ടി പറഞ്ഞു. മഹാവിഷ്ണു അപ്പോൾ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ മഹാബലി ഇവിടെ ചക്രവർത്തിയാണോ ഇവിടെ ഉള്ളത് എന്ന് ചോദിച്ചു രാവണൻ. അങ്ങനെ മഹാവിഷ്ണുവിനെ പേടിച്ച് പാതാളത്ത് കഴിയുന്ന മഹാബലിയെ ഒന്ന് കാണാൻ തന്നെ തീരുമാനിച്ചു. കുഞ്ഞെ, രാക്ഷസ രാജാവായ ലങ്കാധിപതി രാവണൻ കാണാൻ വരുന്നു എന്ന് രാജാവിനെ അറിയിക്കൂ. കുട്ടി അകത്തേക്ക് നടന്നുപോയി. മഹാബലിയുടെ അരികിൽ നിന്നും അനുവാദം വാങ്ങി തിരികെ വന്ന് രാവണന് അകത്തേക്ക് പോകാൻ അനുവാദം കൊടുത്തു. രാവണൻ മഹാബലിയെ നേരിട്ട് കണ്ടു. തങ്ക കിരീടവും അണിഞ്ഞു സിംഹാസനത്തിൽ പ്രൗഢിയോടെ ഇരിക്കുന്ന മഹാബലി സുതല ലോകം വാഴുന്ന സാക്ഷാൽ മഹാബലി ചക്രവർത്തി. മഹാബലിയെ കണ്ടതും രാവണൻ പറഞ്ഞു, അല്ലയോ മഹാബലി, അങ്ങ് എന്തിനു മഹാവിഷ്ണുവിനെ പേടിച്ച് ഭൂമിക്കടിയിൽ ഒളിച്ചു താമസിക്കണം? അങ്ങ് ഭൂമിയിലേക്ക് വരൂ. ലങ്കാധിപതി രാവണൻ ഉള്ളപ്പോൾ അങ്ങയെ മഹാവിഷ്ണു ഒന്നും ചെയ്യില്ല.
കൈലാസപർവ്വതം ദാ ഈ കൈകളിൽ ഉയർത്തിയ രാക്ഷസ രാജാവ് രാവണൻ്റെ പേര് കേട്ടാൽ തന്നെ 14 ലോകവും വിറയ്ക്കും. പിന്നല്ലേ ഈ ഒരു മഹാവിഷ്ണു. മഹാവിഷ്ണു വാമനനായി വേഷം മാറി ചതിച്ചല്ലേ അങ്ങേ സുതലത്തിലേക്ക് താഴ്ത്തിയത്. ഈ മഹാവിഷ്ണുവിനെ നേർക്ക് നേരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വേഷം മാറി വന്ന് വരം ചോദിച്ച് തോൽപ്പിച്ചത്. എന്നിട്ടും ഒരു വരവും തന്നു. വർഷത്തിലൊരിക്കൽ തിരുവോണം നാളിൽ സ്വന്തം പ്രജകളെ കാണാൻ ഭൂമിയിൽ വന്നോണം. ഏതാണ്ട് ഒരു ഔദാര്യം പോലെ. കള്ളവും ചതിയും ഇല്ലാത്ത രാജ്യം വാണിരുന്ന മഹാബലിയുടെ കീർത്തി 14 ലോകവും അറിയാലോ. മഹാബലി എൻ്റെ കൂടെ വന്നാലും രാവണൻ ഉള്ളപ്പോൾ മഹാബലി ആരും തൊട്ടില്ല. മഹാവിഷ്ണു മാത്രമല്ല, ലോകത്തിലെ ഒരു ശക്തിയും രാവണനെ തോൽപ്പിക്കില്ല, സംശയിക്കേണ്ട. മഹാബലി ഒന്നും പറഞ്ഞില്ല. രാവണനെ കൊട്ടാരം കാണിച്ചു കൊടുക്കുവാൻ ക്ഷണിച്ചു കൊണ്ടുപോയി. സുതലത്തിലെ അതിമനോഹരമായ കൊട്ടാരം കണ്ട് രാവണൻ അത്ഭുതപ്പെട്ടു. രണ്ടുപേരും നടന്ന് കൊട്ടാരത്തിൻ്റെ നടുത്തളത്തിലെത്തി. കൊട്ടാരത്തിൻ്റെ നടുത്തളത്തിൽ മധ്യഭാഗത്തായി രത്നക്കല്ലുകൾ പതിപ്പിച്ച അതിമനോഹരവും ഭീമാകാരവുമായ ഒരു സ്വർണ്ണ തളിക കിടക്കുന്നു. ഒരു 100 പേർക്ക് വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള വിസ്താരമുണ്ട്. ഇത്രയും വലിയ തളികയിൽ ആരാണ് ഭക്ഷണം കഴിക്കുന്നത്? അതുമാത്രമല്ല, ഇത് എന്തിന് ഈ നടുത്തളത്തിൽ വെച്ചിരിക്കുന്നു? ഇതെടുത്ത് ഒരു സൈഡിൽ മാറ്റി വെച്ചാൽ കൂടുതൽ സൗകര്യം കിട്ടുമല്ലോ. രാവണൻ മഹാബലിയോട് ചോദിച്ചു. ഈ തളിക ഇവിടുന്ന് മാറ്റി വെച്ചൂടെ? നടുത്തളത്തിൽ ഇതിങ്ങനെ കിടക്കുന്ന അസൗകര്യവും അഭംഗിയുമാണല്ലോ. പരിചാരകരോട് പറഞ്ഞാൽ അതെടുത്ത് മാറ്റില്ലേ? അപ്പോൾ മഹാബലി പറഞ്ഞു, ഞങ്ങളെല്ലാവരും അതെടുത്ത് മാറ്റാൻ ശ്രമിച്ചു, പരാജയപ്പെടുത്തു. അത്രയ്ക്ക് ഭാരമാണ്, എടുത്തു മാറ്റാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ആർക്കും സാധിക്കുന്നില്ല. കൈലാസപർവ്വതം കൈകളിൽ ഉയർത്തിയ അങ്ങയ്ക്ക് ചിലപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. അങ്ങ് തന്നെ അതൊന്ന് നീക്കി വെച്ച് തന്നാലും, മഹാബലി പറഞ്ഞു. രാവണൻ ഒരു കൈകൊണ്ട് തളിക ഉയർത്താൻ ശ്രമിച്ചു, അനങ്ങുന്നില്ല. 2 കൈകളും കൊണ്ട് ഉയർത്താൻ ശ്രമിച്ചു, തളിക അനങ്ങുന്നില്ല. നിലത്തിരുന്നു കൊണ്ട് 2 കൈകൾ കൊണ്ട് വീണ്ടും തളിക ഉയർത്താൻ ശ്രമിച്ചു. കൈലാസം കൈകളിൽ ഉയർത്തി ലോകത്തെ വിറപ്പിച്ച രാവണൻ പരീക്ഷനായി തളർന്നു നിലത്തിരുന്നു. മഹാബലിയുടെ മുമ്പിൽ രാവണൻ ചെറുതായതുപോലെ തോന്നി. മഹാബലി അടുത്തേക്ക് ചെന്ന് രാവണനെ വിശ്രമസ്ഥലത്തേക്ക് കൊണ്ടുപോയി. രാവണനോട് പറഞ്ഞു, നീ ഇത്രയും നേരം എടുത്തുയർത്താൻ ശ്രമിച്ചത് വെറും ഒരു തളികയല്ല രാവണ, അത് എൻ്റെ മുത്തച്ഛൻ ഹിരണ്യകശിപുവിൻ്റെ ഒരു കാതിൽ കിടന്ന കുണ്ടലാണ്. അപ്പോൾ ആ ശക്തി മനസ്സിലായില്ലേ? ആ ഹിരണ്യകശിപുവിൻ്റെ ആ കൈലാസപർവ്വതം കൈക്കൊണ്ട് ഉയർത്തിയ നിനക്ക് വെറും ഒരു കുണ്ടലം ഉയർത്താൻ കഴിഞ്ഞില്ല. ഇതുപോലെ 2 കാതിലും കുണ്ടലം ധരിച്ച ഹിരണ്യകശിപുവിൻ്റെ രൂപം പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഹിരണ്യകശിപുവിനെ എടുത്ത് മടിയിൽ കിടത്തി നെഞ്ച് പിളർന്നാണ് നരസിംഹമൂർത്തി കൊന്നത്. അതിനു വേണ്ടി മാത്രമാണ് നാരായണൻ നരസിംഹമായി ഒരു അവതാരം എടുത്തത്. ത്രിലോകവും നടുങ്ങുമാറ് ഉച്ചത്തിൽ അലറിക്കരഞ്ഞുകൊണ്ട് ഹിരണ്യകശിപുവിനെ എടുത്ത് മടിയിൽ കിടത്തുമ്പോൾ ഭൂമിയിൽ നിന്നും പാതാളത്തിലേക്ക് തെറിച്ച് വീണ കുണ്ടലമാണ് നീ അനക്കാൻ ശ്രമിച്ചത്. അങ്ങനെയുള്ള ഹിരണ്യകശിപുവിനെ കൊന്ന ശ്രീ മഹാവിഷ്ണുവിനെ നീ നിസ്സാരമായി കാണേണ്ട. സ്വന്തം ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി തൂണും പിളർന്നാണ് നാരായണൻ അവതരിച്ചത്. ഇനി ഒരു കാര്യം കൂടി കേട്ടോളൂ. 3 അടി മണ്ണ് അളന്നു കൊടുക്കാൻ സാധിക്കാതിരുന്ന ഞാൻ നാരായണൻ്റെ മുൻപിൽ എൻ്റെ ശിരസ് കാട്ടിക്കൊടുത്തത് ഭഗവാന്റെ പാദസ്പർശം എൻ്റെ ശിരസിൽ പതിയുവാൻ വേണ്ടിയായിരുന്നു. രാവണ, ഇതുപോലെ ഭക്തരക്ഷകനായ മറ്റൊരു ദേവനെയും കാട്ടിത്തരാൻ കഴിയില്ല. നീ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ കുന്തവും പിടിച്ച് എൻ്റെ കൊട്ടാരത്തിൽ കാവൽ നിൽക്കുന്ന ഒരു കുട്ടിയെ കണ്ടില്ലേ? അത് വെറും ഒരു കുട്ടിയല്ല രാവണ, അത് ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനമൂർത്തിയാണ്. ഭൂമിയിൽ നിന്നും എന്നെ നിഷ്കാസിതനാക്കി ഭഗവാൻ നാരായണൻ ഇന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, വാമനമൂർത്തിയായിട്ടേ. ഭക്തന് വേണ്ടി കാവൽ നിൽക്കുന്ന ഭഗവാൻ സാക്ഷാൽ അനന്തശായി നാരായണൻ. ഭക്തന് കാവൽ നിൽക്കുന്ന ഭഗവാൻ രാവണ, ഇതിലും വലിയ ഭാഗ്യമൊന്നും എനിക്കിനി ലഭിക്കാനില്ല. ഓം നമോ നാരായണ. ഇനി അടുത്ത തിരുവോണം വരെ വാമനൻ മഹാബലിക്ക് കാവൽ നിൽക്കുന്നു, ഭക്തന് കാവൽ ഭഗവാൻ. അപ്പോൾ രാവണനും തോന്നി ഇത് വലിയ കാര്യം തന്നെയാണ്. കാരണം ഭഗവാന്റെ ആ ഒരു എന്താ വെച്ചാൽ ആൾക്ക് അപ്പോൾ മനസ്സാന്തരം വന്നു. അതായത് അവിടെ ചെന്നപ്പോൾ എന്താ പറയുക, ചന്ദനം ചാരിയ ചന്ദനം മണക്കും എന്ന് പറഞ്ഞ പോലെ അത്രയും വലിയ ഭക്തനായ മഹാബലിയുടെ വാക്കുകൾ കേട്ടപ്പോൾ രാവണൻ അപ്പോൾ തൽക്കാലം
ഗർവമൊക്കെ ശമിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ആ സമയത്ത് തനിക്ക് മഹാവിഷ്ണുവിൻ്റെ കൈകൊണ്ട് ഉള്ള മരണം ഉണ്ടാവണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് അവിടുന്ന് അതായത് മഹാബലിയോട് ചോദിച്ച് പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ശത്രുവായി തീർന്ന് അദ്ദേഹത്തെ കൊണ്ടുള്ള ആ മരണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ആ സമയം നിനക്ക് അനുഭവപ്പെടും, ഒരു സമയം നിനക്ക് മോക്ഷം ലഭിക്കുന്നുള്ള മഹാബലിയും പറഞ്ഞു. അപ്പോൾ അതിന് ശേഷമാണ് രാവണൻ വന്ന് വീണ്ടും ശ്രീരാമചന്ദ്രൻ്റെ ഭാര്യയെ കൊണ്ടുപോകുന്നതും വീണ്ടുമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ശ്രീരാമചന്ദ്രനാൽ മരിക്കപ്പെടുന്നതും. അപ്പോൾ ഭക്തന് മുന്നിൽ ദാസനാവുന്ന ഭഗവാന്റെ ഒരു കഥയാണത്. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.